ഇനി മാസപ്പടി കേസിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അറിയുന്ന പോലെ ഇ ഡി കുരുക്കു മുറുക്കുന്നു എന്നാണ് വാർത്ത വരുന്നത്. മാത്രമല്ല CMRL ഉദ്യോഗസ്ഥരെ ഇന്നും ചോദ്യം ചെയ്യാൻ സാധ്യത. CMRL മാനേജിംഗ് ഡയറക്ടർ ശശിധരൻ കർത്തയെ അദ്ദേഹത്തിൻ്റെ ആലുവയിലുള്ള വസതിയിലെത്തി ഇന്നലെ ഇ ഡി ചോദ്യം ചെയ്തിരുന്നു. കൂടുതൽ ആളുകൾ ഇന്ന് ചോദ്യം ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് ഞങ്ങളുടെ ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു. വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്ന് കൂടുതൽ വിശദാംശങ്ങളുമായി ചേരുന്നു. ഗുഡ് മോർണിംഗ് വിഷ്ണു സുരേഷ്, കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്, പറയൂ. SKN CMRL മാസപ്പടി കേസിൽ ED പിടിമുറുക്കുകയാണ്. 2 തവണ ശശിധരൻ കർത്തയ്ക്ക് നേരത്തെ നോട്ടീസ് നൽകിയെങ്കിലും അദ്ദേഹം ചോദ്യം ചെയ്യലിന് ഹാജരായില്ല. പിന്നാലെയാണ് ഇന്നലെ ED ഉദ്യോഗസ്ഥർ നേരിട്ട് ശശിധരൻ കർത്തയുടെ വീട്ടിലെത്തി ഏകദേശം 11 മണിക്കൂറോളം അദ്ദേഹത്തെ ചോദ്യം ചെയ്തു. ഒപ്പം അവിടെ നിന്ന് ചില നിർണായക രേഖകളും ED ഉദ്യോഗസ്ഥർ പിടിച്ചെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. ഇന്ന് ഈ CMRL ഉദ്യോഗസ്ഥരോട് വീണ്ടും ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ചീഫ് ഫിനാൻഷ്യൽ ഓഫീസറും അതോടൊപ്പം മറ്റ് അക്കൗണ്ടിംഗ് വിഭാഗവുമായി ബന്ധപ്പെട്ടുള്ള ഓഫീസർമാരോടുമാണ് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ രേഖകളുമായി ബന്ധപ്പെട്ട് CMRലും അതോടൊപ്പം എക്സാലോജിക്കുമായി നടത്തിയ ഇടപാടുകളുടെ പൂർണ്ണ രേഖകൾ ഹാജരാക്കണമെന്ന് നേരത്തെ ED CMRനോട് ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ അത് ഈ IT വിഭാഗം അല്ലെങ്കിൽ SFIOക്ക് മുമ്പിൽ ഹാജരാക്കിയ അത്തരം രേഖകളാണ്. ആ രേഖകൾ ഹാജരാക്കുന്നതിന് തങ്ങൾക്ക് പരിമിതി ഉണ്ട് എന്നുള്ളൊരു നിലപാടാണ് നിലവിൽ CMRൽ എടുത്തിരിക്കുന്നത്. അത് EDയുടെ അന്വേഷണത്തിനെ കാര്യമായി ബാധിക്കുന്നുണ്ട്. ആ രേഖകൾ ലഭിക്കണം എന്നുള്ളത് തന്നെയാണ് EDയുടെ ആവശ്യം. ആ രേഖകൾ ലഭിക്കുന്നതുവരെ ഇത്തരം ചോദ്യം ചെയ്യലുകളും ഒരുപക്ഷെ പരിശോധനകൾ ഉൾപ്പെടെ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയാണ് നിലവിൽ ഉള്ളത്. മുഖ്യമന്ത്രിയുടെ മകൾ ഉൾപ്പെട്ട മാസപ്പടി വിവാദത്തിൽ ED പിടിമുറുക്കുന്നു. അതങ്ങനെ അങ്ങ് അവസാനിപ്പിക്കാൻ ED തീരുമാനിച്ചിട്ടില്ല. ശക്തമായ തെളിവുകൾ സമാഹരിക്കുന്ന നടപടിയിലാണ് നിലവിൽ ED ഉള്ളത്. SKN. ഓക്കെ, താങ്ക് യു. വിഷ്ണു സുരേഷാണ് വിവരങ്ങൾ നൽകിയത്.